മത്സ്യത്തെപ്പോലെ കടലിനുള്ളിൽ പതുങ്ങിക്കിടക്കും. ദീർഘകാലം കടലിൻ്റെ അടിത്തട്ടിൽ മത്സ്യത്തെപ്പോലെ കിടക്കാനുള്ള ശേഷിയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇടയ്ക്കിടെ ഇന്ധനം നിറയ്ക്കേണ്ടതില്ല. പറഞ്ഞു വരുന്നത് അമേരിക്കയുടെ പുതിയ ആയുധത്തെക്കുറിച്ചാണ്. പുതിയ ഡ്രോൺ അന്തർവാഹിനിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഈ ഡ്രോൺ അന്തർവാഹിനിയുടെ പൂർണ്ണതോതിലുള്ള പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയെന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. മന്ദാറേ എന്നാണ് ഇതിന് പേര് നൽകിയിരിക്കുന്നത്. മത്സ്യത്തിൻ്റെ ആകൃതിയാണ് ഈ ഡ്രോൺ അന്തർവാഹിനിക്ക്. US-ലെ ഏവിയേഷൻ ഭീമനായ നോർത്ത്രോപ്പ് ഗ്രൂമ്മനാണ് ഇത് നിർമ്മിച്ചത്. ദീർഘകാല ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ ശേഷിയുള്ള അണ്ടർ വാട്ടർ ഡ്രോണുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനുള്ള US നേവിയുടെ പ്രോജക്റ്റിൻ്റെ ഭാഗമായാണ് മന്ദാറേ നിർമ്മിച്ചത്. കടലിലൂടെ ദീർഘകാലം ഒഴുകി നടക്കാനുള്ള ശേഷിയാണ് മന്ദാറയുടെ പ്രത്യേകത. അറ്റകുറ്റപ്പണികളോ ഇന്ധനമോ ഇല്ലാതെ തന്നെ ദീർഘകാലം കടലിനുള്ളിൽ നിൽക്കാനുള്ള കഴിവാണ് മന്ദാറയുടെ മറ്റൊരു പ്രത്യേകത. റഷ്യയുടെയും ചൈനയുടെയും അന്തർവാഹിനികളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള, ദീർഘകാല ദൗത്യം ഏറ്റെടുക്കാൻ ശേഷിയുള്ള ഡ്രോൺ നിർമ്മിക്കാനുള്ള അമേരിക്കയുടെ ശ്രമമാണ് മന്ദാറേ. വ്യത്യസ്ത സമുദ്ര ദൗത്യങ്ങൾ ഏറ്റെടുക്കാൻ പാകത്തിലാണ് ഈ ഡ്രോണിൻ്റെ ഡിസൈൻ. കടൽത്തട്ടിൽ സ്വയം നങ്കൂരമിടാനും കുറഞ്ഞ ഇന്ധനത്തിൽ ദീർഘകാലം അടിത്തട്ടിൽ തന്നെ കിടക്കാനുമുള്ള ശേഷിയും മന്ദാറയ്ക്കുണ്ടെന്ന് ഡ്രോൺ നിർമ്മിച്ച നോർത്ത് ഗ്രൂമ്മൻ പറയുന്നു. അമേരിക്ക മാത്രമല്ല, കടൽ പ്രതിരോധം ശക്തിപ്പെടുത്താൻ റഷ്യയും പുതിയ പദ്ധതികളുമായി മുന്നോട്ട് പോവുകയാണ്. യുക്രൈനും ആളില്ലാ അണ്ടർ വാട്ടർ അന്തർവാഹിനികൾ നിർമ്മിച്ചതായി അവകാശപ്പെട്ടിരുന്നു.